പെയ്തു, മഴ പെയ്തു, വേനൽ മഴ. അപ്പൊ അതാണ് സംഭവം. നല്ല വെയിലുള്ള സമയത്ത് വേനൽക്കാലത്ത് പെയ്ത ആ ഒരു മഴയില്ലേ, നമ്മുടെ ആദ്യത്തെ വേനൽ മഴ, അവന് ഞാനിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും കുറച്ചധികം നേരം വൈകിട്ടോ. വിളിക്കാണ്ട് കയറി വന്നുകൊണ്ട് തന്നെ ആൾ ഒറ്റയ്ക്കൊന്നും അല്ലാട്ടോ വന്നിട്ടുണ്ടായിരുന്നേ. ഇടിയും മിന്നലും കാറ്റൊക്കെ ആയിട്ട് ഒരു ബഹളം തന്നെയായിരുന്നു. അതിന്റെ പേരിൽ ഞങ്ങൾക്ക് 2 ദിവസം കറണ്ട് ഉണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമില്ല, ആ വലിയ ചൂടിനെ ശമിപ്പിക്കാൻ ഇവരെ കൊണ്ടൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വെള്ളം വറ്റാറായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കിണറിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. മഴ വന്നപ്പോ ദേ അച്ചാച്ചനും മോനും കൂടി പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. മഴ നനയായിട്ടും കാറ്റത്തൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് കുറെ ചക്കൊക്കെ വീണ് കിട്ടി. അപ്പൊ ഇന്ന് ചക്കക്കൂട്ടാനും കട്ടൻ ചായയാണ്. ഞങ്ങളുടെ വീട്ടിൽ മാത്രമല്ല, ഈ പ്രദേശത്ത് അങ്ങനെ തന്നെയായിരിക്കും കേട്ടോ. ഇനി കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. എനിക്കിങ്ങനെ പുറത്ത് പോയി ജോലി ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എൻ്റെ എത്രയോ വർഷമായിട്ട് ഞാൻ അങ്ങനെ പുറത്ത് പോയി ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ ജീവിക്കുന്ന ഒരാൾ കൂടി ആയിരുന്നു കേട്ടോ. വീട്ടിലെ കാര്യങ്ങളും ജോലിയും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഓടി നടന്നൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് നമ്മൾ ഭയങ്കര ആരോഗ്യമുള്ള ആൾ, നമ്മൾ ഭയങ്കര എനർജറ്റിക് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ വീട്ടിൽ ഉണ്ണിയെ നോക്കി വെറുതെ ഇരിക്കുകയാണല്ലോ. സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ഞാനിപ്പോൾ ഒരുപാട് ക്രൈസിസിലാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ കൂടെ ഹസ്ബൻഡൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇടയ്ക്ക് പ്രതീക്ഷിക്കാറുണ്ട് കേട്ടോ. ഞാൻ വീണ്ടും ഇപ്പൊ ഒരു ഡിപ്രഷനിലോട്ടാണ് പോണതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ മേടിച്ചതാണ് കേട്ടോ ഈ ഒരു ഡയറി. എൻ്റെ എല്ലാ ഇമോഷൻസും ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത് ഈ ഒരു ഡയറിയിലൂടെയാണ് കേട്ടോ. സീരിയസ്ലി പറഞ്ഞാൽ ഇപ്പൊ എനിക്കൊരു ചെറിയൊരു ആശ്വാസം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. പേര് സംസാരിക്കാൻ ചുറ്റും ഉണ്ടായിരുന്നു. ഞാനും ഒരുപാട് സംസാരിക്കുന്ന ഒരാളാണ്. പെട്ടെന്ന് ഞാൻ അങ്ങനെ ഒറ്റയ്ക്കായി പോണ പോലെ എനിക്ക് ചുറ്റും ആരും ഇല്ലാത്ത ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതാണ് ഇപ്പൊ എൻ്റെ മാനസികാവസ്ഥ. ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ എനിക്ക് കയറി വന്നില്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ മനസ്സിന്റെ താളം തെറ്റിപ്പോകുമോ എന്നൊരു പേടിയും കൂടി എനിക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതലും ഷോർട്ട് വീഡിയോ കോമഡി ആയിട്ട് ചെയ്ത് കുറച്ചൊന്ന് സെറ്റ് ആവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അടുത്ത് പലരും പറയാറുണ്ട് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനിപ്പോൾ ഒരു വലിയൊരു തീരുമാനം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ എന്തായാലും അടുത്തൊരു ഷോർട്ട് വീഡിയോയിൽ ചെയ്യാം. ആ ഒരു കാര്യത്തിന് എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ എനിക്ക് വേണം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.